Hi, THESNIM'S FLAVOURS like എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് കണ്ണൂരിന്റെ മീൻകറി. തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കുന്ന കണ്ണൂരിന്റെ മീൻകറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കാണുമ്പോൾ തന്നെ നല്ലൊരു കളറും ഭംഗിയും ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെയുള്ള നല്ലൊരു മീൻകറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണെന്ന് നോക്കാം. മീൻകറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ തേങ്ങ അരച്ചിട്ട് ഒഴിച്ചുണ്ടാക്കുന്ന കറികളിൽ തേങ്ങ ഏറ്റവും ലാസ്റ്റാണ് അരച്ചൊഴിക്കാറുള്ളത്. എന്നിട്ട് അത് തിളച്ച ഉടനെ നമ്മൾ എടുത്തു വെക്കുകയും ചെയ്യും, മാറ്റി വെക്കും. അപ്പൊ കണ്ണൂർ മീൻകറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അതില് ആദ്യം നമ്മൾ പുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കുന്നുണ്ട്. മുളകും പുളിയൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ തേങ്ങ അരച്ചത്, തേങ്ങ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് അരക്കേണ്ടത് കുറച്ച് വെള്ളത്തിൽ നല്ല തിക്കായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതെല്ലാം തേങ്ങയും കൂടെ ഒഴിച്ചിട്ട് ആണ് ഇത് വേവിക്കുന്നത്. ഒന്നിച്ചങ്ങ് വേവിക്കുകയാണ് ചെയ്യുന്നത്. നന്നായി തിളച്ച് കുറുകി നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ വെളിച്ചെണ്ണ മുകളിൽ ഏറ്റവും ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നോക്കാം. 1 കിലോ മീൻ, കുറച്ച് ഉപ്പ് ചേർക്കാം, നുള്ളു മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, പുളിവെള്ളമാണ്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്ന് വെള്ളം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ചെറുതാക്കി മുറിച്ച ഇഞ്ചിയാണ്, കുറച്ച് കറിവേപ്പില, 6 പച്ചമുളക്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതിനി ഒന്ന് മാറ്റി വയ്ക്കുക. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് 2 കപ്പ് തേങ്ങയുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക്, ഇതൊരു 10-12 ഉണക്കമുളക് ഉണ്ട്, മഞ്ഞൾപ്പൊടി. ഇതിനി അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. അധികം അങ്ങോട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കണം. ഇത് ഒഴിക്കാം. തേങ്ങ അരച്ചെടുത്ത മിക്സി ജാറിൽ നമ്മൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ചുറ്റിച്ച് എടുത്തതാണ്. അതൊഴിക്കുക. ഇപ്പൊ എല്ലാം ചേർത്ത് കഴിഞ്ഞു. തേങ്ങ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ 2-3 പ്രാവശ്യമായിട്ടാണ് അരയ്ക്കുക. അതായത് ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ മിക്സി ഒന്നും കൂടെ ഓണാക്കി പിന്നെ കുറച്ച് സമയം നന്നായിട്ട് അരച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുത്ത്. എന്തിനാന്ന് വെച്ചാൽ അത് തേങ്ങ ചൂടാവാതിരിക്കാൻ, മിക്സിയിൽ അരയ്ക്കുമ്പോൾ തേങ്ങ ചൂടാവില്ല, അങ്ങനെ തേങ്ങ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ, നന്നായിട്ട് തിളച്ച് വന്നിട്ട് അതിൻ്റെ ഒരു പത പോലെ ഇങ്ങനെ മേലെ ഇങ്ങനെ തിള വരുമ്പോൾ അങ്ങനെ വരുമല്ലോ. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തിട്ടൊന്ന് അതിലേക്ക് മിക്സ് ചെയ്യേണ്ടത്. മീനിലേക്ക് നമ്മൾ അധികം സ്പൂണൊന്നും ഇട്ട് ഇളക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് ചുറ്റിക്കുകയാണ് ചെയ്യണത്. ചട്ടിയോടെ എടുത്തിട്ടൊന്ന് ചുറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴേ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്നുള്ളൂ. ഇതുവരെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാതെയാണ് ഇതുവരെയുള്ള എല്ലാ പ്രിപ്പറേഷനും ചെയ്തിട്ടുള്ളത്.
ഇപ്പോൾ കഷ്ണമൊക്കെ വെന്ത് കറിയെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ 1 ടീസ്പൂൺ, കുറച്ച് കറിവേപ്പില. ഇത് നമ്മൾ ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിക്കണം. ഓഫ് ചെയ്തു. ഇനി അടച്ചു വയ്ക്കാം. ഒന്നുകൂടെ ചുറ്റിക്കാം. ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ച് ഇത് അടച്ചു വെക്കുമ്പോൾ സാധാരണ നമ്മൾ മുഴുവൻ ക്ലോസ് ചെയ്തിട്ടല്ലേ മൂടി വെക്കണേ. അങ്ങനെ വെക്കാതെ ഒരു പകുതി മൂടിയിട്ട് വെക്കുക. പകുതി മൂടിയിട്ട് വെക്കുക. ഇങ്ങനെ പകുതി മൂടിയിട്ട് വെക്കുക. ഇങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ നിന്നുള്ള ആവി വന്നിട്ട് ഇതിൻ്റെ മൂടിയിലെല്ലാം വെള്ളം വന്നിട്ടുണ്ടാകും. ആ നീരാവി അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മീൻകറിയായി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പില ഇട്ടു. ഇനി അത് മൂടി വയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അധികം അങ്ങ് മൂടി വെക്കരുത്, കുറച്ച്. കാരണം അതിൽ ആവി വന്നിട്ട് ആ വെള്ളം അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്തു പോകും. ഇന്നലത്തെ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ചെയ്തതിൽ ഒരാൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിൽ ബട്ടർ ഇല്ലാതെ എങ്ങനെയാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ, എന്നാലും അറിയാം. അതിൻ്റെ ഇത് മാരിയറ്റിൽ കിട്ടുന്ന ഒരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണ്. നല്ല റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ ഈ മീൻകറി ചോറിന് കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻകറിയാണ്. ചിലരൊക്കെ അതിന് ചെറിയ വ്യത്യാസമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, തക്കാളിയൊക്കെ ചേർക്കാറുണ്ട്. പക്ഷെ ഇതാണ് ഇതിൻ്റെ ഒരു ട്രഡീഷണൽ കണ്ണൂർ മീൻകറി എന്ന് പറയുമ്പോൾ ഇതാണ്.